എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ അമ്മ സംഘടന ഉണ്ടല്ലോ, അമ്മ എന്നൊന്നും വിളിക്കാൻ പറ്റില്ല, നല്ല അമ്മമാർക്കൂടെ നാണക്കേടാ. എ കുത്ത് എം കുത്ത് എ സംഘടന. ആ സംഘടന അടിപ്പടല 3G ആയിട്ട് മുണ്ടും പൊക്കി കണ്ടമ്പഴി ഓടിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. നിങ്ങളെല്ലാവരും ഇതിനോടകം അറിഞ്ഞിട്ടുണ്ടാവും. അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നിരുന്ന ഗർജിക്കുന്ന സ്ത്രീ സിംഹമായിട്ടുള്ള ശ്വേതാ മേനോൻ ഇറങ്ങി ഓടിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അതുപോലെ തന്നെ ആ കമ്മിറ്റിയിലുണ്ടായിരുന്ന എല്ലാവരും അവിശ്വാസ പ്രമേയം പാസ്സാക്കുന്നതിന് മുമ്പ് പ്രമേയം പാസ്സാക്കിയ അവർ നീയൊക്കെ ശരിയല്ലെന്ന് പറഞ്ഞ് പുറത്താക്കുന്ന പോലെ ഇപ്പം അതിന് മുമ്പേ ഞങ്ങൾ രാജിവെച്ചോളാം, കൂടുതൽ നമ്മൾ അങ്ങനെ പുറകിൽ നിന്ന് കുത്താനൊന്നും പറ്റത്തില്ല, നമ്മൾ സ്വന്തമായിട്ട് കുത്തിച്ചത്തോളാം എന്നും പറഞ്ഞുകൊണ്ട് അതുങ്ങളെല്ലാം രാജിവെച്ചിട്ട് പോയിട്ട് പുറത്ത് വന്നിട്ട് പുഷ്പ മാസ് ആ സാധനം പറഞ്ഞുകൊണ്ടാണ് ഇരിക്കുന്നത്. ഓക്കെ, നമുക്ക് ആദ്യം ശ്വേത പറയുന്നത് കേൾക്കാം. ശ്വേതയാണല്ലോ ഇതിന് തലേന്ന് നോക്കിയിട്ട് നമുക്ക് വാലിനെ എടുത്ത് ഊരി അടിക്കാം. ഫസ്റ്റ് തല പറ. അമ്മ എന്ന മെമ്പർഷിപ്പ് ഞാൻ ഇവിടെ ഡിസൈൻ ചെയ്യാണ്. ഐ ഹാവ് കം ഔട്ട് ഓഫ് അമ്മ ഓർഗനൈസേഷൻ പണ്ട് കുറച്ച് സ്ത്രീകൾ പറഞ്ഞ പോലെ ഇന്ന് എനിക്കും തോന്നി കുറ്റാരോപിതരായ ആൾക്കാരുടെ കയ്യിൽ വീണ്ടും പോകാൻ വേണ്ടിയില്ല ഒരു നിങ്ങളല്ലേ കുറ്റാരോപിതയിൽ ഒരാൾ അമ്പലത്തിൽ നിന്ന് 60 ലക്ഷമോ 70 ലക്ഷമോ മേടിച്ച് അമ്പലത്തിനെ ഉത്തേജിപ്പിച്ചു. താങ്കളാണ് കുറ്റാരോപിത, മറ്റവർ എരയാണ് അൻസിബയൊക്കെ. ഇത് എന്താ ഉമ്മ പറയാൻ വേണ്ടിയിട്ടങ്ങ് ചാമ്പി വിടുവല്ലയോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അവിശ്വാസ പ്രമേയം നേരിട്ടിട്ട് അതിനകത്ത് നിങ്ങൾ കുറ്റക്കാരി അല്ലെന്ന് തെളിയിച്ചിട്ട് വ്യക്തമായിട്ടുള്ള തെളിവുകളോടെ നിങ്ങൾക്കെതിരെ വന്ന അലിഗേഷനിൽ അവരുടെ വാടപ്പിക്കണമായിരുന്നു. അവിശ്വാസ പ്രമേയം എന്ന് കേട്ടപ്പോഴേ എന്നാൽ പിന്നെ ഞാൻ രാജിവെക്കാം എന്ന് പറഞ്ഞ് പോയിട്ട് ഇപ്പോൾ പുറത്ത് വന്നിട്ട് അവരുടെ കയ്യിലേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള അത് ഇമാസ്മരികമായെന്നൊക്കെ പറഞ്ഞ് വീട്ടിൽ നിന്ന് പഠിച്ചുകൊണ്ട് വന്ന ഡയലോഗും പറഞ്ഞുകൊണ്ടിരിക്കുക. ശ്രമമാണ്, അതൊരു എജൻഡ ആയിരുന്നു. നമ്മളുടെ രജിസ്ട്രേഷൻ ഈ ഭാഗത്തായിരുന്നു, പക്ഷെ മിക്ക ആൾക്കാരും വലിച്ചിട്ട് അങ്ങോട്ട് കൊണ്ടുപോയിട്ട് അവിശ്വാസം പ്രമേയം സൈൻ ചെയ്യിപ്പിച്ചു. അങ്ങനെയല്ലേ, നമ്മുടെ രജിസ്ട്രേഷൻ ഇവിടെ ആയിരുന്നു, പക്ഷേ അവിശ്വാസ പ്രമേയം ആയിരുന്നു. ഇവരെല്ലാവരും അങ്ങോട്ട് പോയി. പറ്റത്തില്ല. ആദ്യം നമ്മളിവിടെ വന്നിട്ട് രജിസ്ട്രേഷന് നമ്മൾ പറയും അവിശ്വാസ പ്രമേയത്തിൽ നീ വേണ്ടെന്ന് പറയും. അപ്പം പക്ഷേ ഇവരാദ്യം അവിടെ പോയി. അവരെവിടെ പോകണമെന്ന് വരെ പ്രസിഡൻ്റാണ് തീരുമാനിക്കണത്. അവരവിടെ പോയിട്ട് ഇവിടെ വന്ന കുഴപ്പമാണ്. ഈ അവിശ്വാസ പ്രമേയത്തിന് നിങ്ങൾ എന്തിനാ പേടിക്കുന്നേ? നിങ്ങളുടെ സൈഡ് ശരിയാണെങ്കിൽ അവിശ്വാസ പ്രമേയത്തെ നിങ്ങൾ എന്തിനു പേടിക്കണം? ഇപ്പം എന്താ പ്രശ്നമുണ്ട്? ഈ അമ്മ സംഘടന, അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ, എം കുത്ത് എ സംഘടന ഉണ്ടല്ലോ, ഈ സംഘടന ശരിക്കും സിനിമാ താരങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നൊരു സംഘടനയാണെന്നാണ് അവർ പറയുന്നത്. പക്ഷേ ഇന്ന് വരെ ഇത് പ്രവർത്തിച്ചിട്ടുള്ളത് സാമ്പത്തിക തട്ടിപ്പ്, സ്ത്രീകളെ ചൂഷണം ചെയ്യൽ, പ്രൊഡ്യൂസർമാർക്ക് തിരികെ കൊടുക്കൽ, ഇമാതിരി പരിപാടികൾക്കാണ് ഈ സംഘടന കുറേ കാലങ്ങൾ കൊണ്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. കുറേ നാൾ ഇതിനെ ഇന്നസെൻറ്റും ഇടവേള ബാബുവും നയിച്ചുകൊണ്ടിരുന്നു. അന്ന് നടത്തിയ ആ ഒരു കാലഘട്ടത്തിലും അതിനു മുമ്പും നടന്ന പ്രശ്നങ്ങളെയൊക്കെ രൂപീകരിച്ചിട്ടാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നത്. ഇതിനകത്ത് മൊത്തവും നടക്കുന്നത് പെണ്ണുപിടിയാണെന്നുള്ള രീതിയിൽ പുറത്തോട്ട് വന്നത്. അങ്ങനെ വന്ന സമയത്ത് ആ സംഘടനയിൽ നിന്ന് അവരെല്ലാം മാറിയിട്ട് ലാലേട്ടനൊക്കെ ആയി. അതായത് ഇവർക്കിടയിൽ അടുത്തൊരു തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ലാലേട്ടനൊക്കെ വന്നപ്പോഴാണ് ഈ ഒരു സാധനം പുറത്തേക്ക് വന്നത്, ഹേമ കമ്മിറ്റിയൊക്കെ പുറത്തേക്ക് വന്നത്. അപ്പോൾ ശരിക്കും ഇതിനകത്ത് മര്യാദയ്ക്ക് നിന്നത് ലാലേട്ടന് സംഘമാണെന്ന് തോന്നുന്നു. ഇത്രയും പ്രശ്നമായപ്പോഴത്തേനും എന്നാൽ പിന്നെ പുരുഷന്മാരെല്ലാം മാറേ, സ്ത്രീകളൊക്കെ പാടേ എന്ന് പറഞ്ഞിട്ട് സ്ത്രീകളെല്ലാം കൂടെ വന്നതാണ് ഈ ശ്വേതയൊക്കെ അടക്കുന്നത് സംഘടന ഭരണസമിതി. ശ്വേതയൊക്കെ വന്നിട്ട് എന്താ 10 മാസം ഒരു അമ്മ ഒരു കുഞ്ഞിന് ജന്മം നൽകാൻ 10 മാസം എടുക്കും. പക്ഷേ ഇവിടെ അമ്മയുടെ സംഘടനയുടെ നേതൃത്വത്തിൽ വന്ന ആളുകൾ 10 മാസം കൊണ്ട് പുറത്തുപോയി, സംഘടന വിട്ട് പുറത്തുപോയി. ഭരണസമിതി മാത്രമല്ല, സംഘടനയെ വിട്ട് പുറത്തുപോയി. നല്ലതാ, അമ്മ എന്നുള്ള പേര് അവിടെങ്കിലും അന്വർത്ഥമാക്കിയല്ലോ. ഇപ്പം തെറ്റിയനെ. ഞാനും എൻ്റെ കമ്മിറ്റിയും റിസൈൻ ചെയ്തിട്ടുണ്ട്. ഞാൻ പേഴ്സണലി ശ്വേതാ മേനൻ എന്ന അമ്മ എന്ന മെമ്പർഷിപ്പ് ഞാൻ ഇവിടെ റിസൈൻ ചെയ്യാണ്. ഐ ഹാവ് കം ഔട്ട് ഓഫ് അമ്മ ഓർഗനൈസേഷൻ പണ്ട് കുറച്ച് സ്ത്രീകൾ പറഞ്ഞ പോലെ ഇന്ന് എനിക്കും തോന്നി കുറ്റാരോപിതരായ ആൾക്കാരുടെ കയ്യിൽ വീണ്ടും പോകാൻ വേണ്ടിയില്ല ഒരു ശ്രമമാണ്, അതൊരു എജൻഡ ആയിരുന്നു. നമ്മളുടെ രജിസ്ട്രേഷൻ ഈ ഭാഗത്തായിരുന്നു, പക്ഷെ മിക്ക ആൾക്കാരും വലിച്ചിട്ട് അങ്ങോട്ട് കൊണ്ടുപോയിട്ട് അവിശ്വാസം പ്രമേയം സൈൻ ചെയ്യിപ്പിച്ചു. നമ്മൾക്ക് ഒന്നും പറയാതെ നമ്മളോട് ആദ്യമേ ഒരു എന്താ പറയുക എജൻഡ വെച്ചിട്ട് നമ്മളെ പുറത്താക്കാൻ നോക്കി. അതായത് ഒരു സംഘം മൊത്തം നിങ്ങൾക്കെതിരെ ഈ എല്ലാം പോട്ട് നിങ്ങളിപ്പോൾ പറയുന്നത് നിങ്ങൾക്കെതിരെ എല്ലാവരും തിരിഞ്ഞു, അവിശ്വാസ പ്രമേയം നമ്മളോടൊരു വാക്ക് പോലും ചോദിക്കാതെ അമ്മമാരെല്ലാം കൂടെ ചേർന്നിട്ട് അങ്ങോട്ട് ഉണ്ടാക്കി ഒരു സാധനമാണല്ലോ പറയുന്നത്. അൻസിബ ഒരു ആരോപണമായി വന്നു.
ഒന്നല്ല, കുറേ ആരോപണമായിട്ട് വന്നു. എന്നാൽ ഈ അമ്പലത്തിൻ്റെ ആരോപണം നമുക്ക് എടുക്കാം. ഈ ആരോപണത്തിൽ അൻസിബയെ കേൾക്കാനോ അതിനൊരു സൊല്യൂഷൻ പറയാനോ നിങ്ങൾ തയ്യാറായിട്ടുണ്ടോ? ലക്ഷ്മി പ്രിയക്കെതിരെ ഒരു പ്രശ്നമായിട്ട് അൻസിബ രംഗത്ത് വന്നിട്ടുണ്ട്. ആ പ്രശ്നത്തിൽ ഒരു സൊല്യൂഷൻ എടുക്കാൻ നിങ്ങൾ തയ്യാറായിട്ടുണ്ടോ? ടിനി ടോമിനെതിരെ അൻസിബ ഒരു സംഭവമായിട്ട് വന്നിട്ടുണ്ട്. അതിനെതിരെ എന്തെങ്കിലും നടപടി എടുക്കാൻ നിങ്ങൾക്ക് പറ്റിയിട്ടുണ്ടോ? പോട്ട്, ഇതെല്ലാം പോട്ട്. അവിടെ കിടക്കുന്ന ഒരു കമ്പെടുത്ത് ഇങ്ങോട്ട് വെക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റിയിട്ടുണ്ടോ? ഒരു തേങ്ങയും ചെയ്തിട്ടില്ല. പക്ഷേ അവിശ്വാസ പ്രമേയം പാസ്സായപ്പോഴത്തേനും അവരെല്ലാം ഒരമ്മ പറ്റ മക്കളല്ലയോ? നിങ്ങൾ ഒരു പ്രസിഡന്റ് എന്ന സ്ഥാനത്ത് ഇരിക്കുമ്പോൾ, ഭരണസമിതിയുടെ ഒരു സ്ഥാനത്തിരിക്കുമ്പോൾ നിങ്ങൾ എന്തെങ്കിലും അവിടെ ചെയ്തിട്ടുണ്ടോ? എന്തെങ്കിലും അല്ല, പുറത്ത് നമ്മൾ അറിയുന്ന സാധനം കേട്ടോ. അൻസിബ കടന്ന് കോരം പ്രസംഗിച്ചത് കൊണ്ട് നമ്മളിതൊക്കെ അറിഞ്ഞ്. അൻസിബ കൊള്ളല്ലേ, ഒറ്റയാൾ പോരാളി, ഒറ്റയ്ക്ക് നിന്ന് ഭരണം മൊത്തം മറിച്ചിട്ട് കഴിഞ്ഞ് വിജയുടെ സർക്കാർ പടം പോലെ എനിക്ക് അൻസിബയുടെ പ്രകടനത്തിന് ഫീൽ ചെയ്തത്. ഒറ്റയ്ക്ക് വന്നു. മറ്റേ സിനിമയിലാണ് ഈ സത്യം നമ്മളോടുകൂടി ഈ കുഴിച്ചിട്ട് മൂടി മറിഞ്ഞ് ഇല്ലാതാവുന്നത്. പക്ഷെ ഇവിടെ വന്ന് വാതുറന്ന് പറഞ്ഞപ്പോൾ കണ്ടോ, ഒരു ഭരണസമിതി മൊത്തം അടിസ്ഥാനം വരെ ഇളകി താഴെ വീണു. അതുങ്ങളെല്ലാം സംഘടന വിട്ടേ കണ്ടപ്പോഴും ഓടിക്കളഞ്ഞു. കൊള്ളാം, അൻസിബ കൊള്ളാം. എനിക്കൊരു വ്യക്തിത്വമുണ്ട്. എനിക്ക് പറയാനുള്ള കാര്യം ഞാൻ തുറന്നു പറയും. യെസ്, നമ്മളുടെ സമിതിയിൽ ഒരു ട്രഷറർ, ഒരു എബ്സ്കോണ്ടർ ആയിരുന്നു. ഹി റാൻ അവേ ഓൺ 1st May. 1 തീയതി നമ്മളുടെ അമ്മ സംഘടനേൻ്റെ സ്റ്റാഫ് റിസൈൻ ചെയ്ത് പുറത്താക്കിയപ്പെട്ടപ്പോൾ ലേബറിലും പോലീസിലും കംപ്ലയിൻറ്റ് ചെയ്തപ്പോൾ ഒരു മെയിലും കൊടുക്കാതെ, ഒരു അറിവുമില്ലാതെ, കമ്മിറ്റി ഒന്നും അറിയാതെ ഇവർ റിസൈൻ ചെയ്ത് മൂപ്പര് ഓടിപ്പോയി തന്നെയാണ് ഞാൻ പറയുള്ളൂ. അപ്പോൾ ഒരുപാട് നമുക്ക് കണക്ക് ചെയ്യാൻ പറ്റില്ല. പക്ഷേ വീണ്ടും ഞാൻ പറയാണ്, സെപ്റ്റംബർ 1 തീയതി തൊട്ടുള്ള നമ്മൾ വന്നേല കമ്മിറ്റീൻ്റെ എല്ലാം കണക്ക് കറക്റ്റാണ്. ആ കണക്ക് എവിടെങ്കിലും കാണിച്ചോ? മറ്റേ എൻ്റെ കയ്യിൽ രേഖയുണ്ട്. എവിടെയാണ് രേഖ? ഇതാണ് സാർ ആ രേഖ. അതേപോലെ കണക്കെല്ലാം നമ്മുടെ കയ്യിൽ ഭദ്രമായിട്ടുണ്ട്. അത് പുറത്ത് കാണിക്കുമോ? അത് കാണിക്കാൻ പറ്റില്ല. കണക്ക് നമ്മുടെ കയ്യിലുണ്ട്, പക്ഷെ അത് തല്ലിക്കൊന്നും ഞാൻ പുറത്ത് കാണിക്കത്തില്ല. പക്ഷെ എല്ലാം നമ്മുടെ കയ്യിൽ ഭദ്രമായിട്ടുണ്ട്. സൂക്ഷിച്ച് വെച്ചോട്ടോ. പിള്ളേർക്ക് കുറച്ച് കഴിയുമ്പോൾ 1 സൈഡ് ആണെങ്കിൽ പഠിക്കാൻ എഴുതാൻ കൊടുക്കാം, അല്ല 2 സൈഡ് എഴുതിയിട്ടുണ്ടെങ്കിൽ കംപ്ലൈൻറ്റ് കുത്തി കൊടുക്കാം. ഇതിൻ്റെ മുമ്പേ ബാബുരാജേട്ടൻ ചെയ്ത കമ്മിറ്റീൻ്റെ ഒരുപാട് കുഴപ്പങ്ങളുണ്ട്. എനിക്ക് മുമ്പേ ഇരുന്ന കമ്മിറ്റിയിൽ ബാബുരാജേട്ടൻ ചെയ്ത ഒരുപാട് കുഴപ്പങ്ങളുണ്ട്. ഞാൻ ചെയ്ത കുഴപ്പങ്ങൾ അതല്ലല്ലോ, അത് ഞാൻ ചെയ്ത കുഴപ്പങ്ങളായിട്ടിരിക്കട്ടെ. ബാബുരാജേട്ടൻ കുഴപ്പം ചെയ്ത് ആദ്യം ഈ ബാബുരാജേട്ടൻ്റെ കുഴപ്പം കണ്ടുപിടിച്ചിട്ട് എൻ്റെ കുഴപ്പത്തിലേക്ക് പോവാ. ഈ ബാബുരാജേട്ടൻ്റെ കുഴപ്പത്തിലേക്ക് നമുക്ക് വരാം കേട്ടോ. അപ്പോൾ താങ്കൾ ചെയ്ത കുഴപ്പത്തിനെ കുറിച്ച് താങ്കൾ ഒന്നും പറയാനില്ല. അത് ഇന്ന് വരെ ഞാൻ അമ്മ സംഘടനേൻ്റെ കാര്യങ്ങൾ പുറത്തു പറയാത്തത് ഓൺലി ബിക്കോസ് അത് നമ്മളുടെ ഒരു ചെറിയ സംഘടനയാണ്. പക്ഷെ ഇന്ന് എനിക്ക് ഒരു റിലീഫ് എന്ന് പറയുന്നത്, ഇന്ന് ഞാൻ അമ്മ മെമ്പർ അല്ല. ഇന്ന് ഞാൻ അമ്മ മെമ്പർ ഇല്ലാത്തതുകൊണ്ട് എനിക്ക് തുറന്ന് പറയാനുള്ള ഒരു അമ്മ രാജിവെച്ചു. ഞങ്ങായി അമ്മയിലെ അംഗത്വം രാജിവെച്ചു. മെമ്പർ അല്ലാത്തതുകൊണ്ട് ഇനി എനിക്ക് വായി തോന്നുന്നെല്ലാം പറയാം എന്നാണ് പറയുന്നത്. താങ്കൾ അതിൻ്റെ ഒരു ഭരണസമിതിയിൽ ഏറ്റവും അധികാരമുള്ളൊരു സ്ഥാനത്തിരുന്ന സമയത്ത് താങ്കളെ കൊണ്ടൊരു കിളും തല പോലും പറിക്കാൻ പറ്റിയിട്ടില്ലെന്നുണ്ടെങ്കിൽ പുറത്തിറങ്ങി വന്നിട്ട് നമ്മൾ ഒരു തേയിലത്തോട്ടത്തിൻ്റെ മൊത്തം കിളും തല പറിച്ചിട്ട് കാര്യമൊന്നുമില്ല. താങ്കളുടെ കയ്യിൽ ഭരണമുള്ളപ്പോൾ താങ്കൾക്ക് ചെയ്യാൻ പറ്റുന്ന സമയത്ത് താങ്കളുടെ ഉത്തരവാദിത്തങ്ങളെ ഉപയോഗിച്ച് വ്യക്തമായിട്ടത് ചെയ്തിരുന്നുവെങ്കിൽ ഇന്നിങ്ങനെ നാണം കെട്ട് വന്നിരുന്ന് മെഴുകേണ്ട കാര്യം ഉണ്ടായിരുന്നു? ഇതൊക്കെ വലിയ കാര്യം ഉണ്ടായിരുന്നു? ഇപ്പോൾ വന്നിരുന്നു ഘോരം പ്രസംഗിക്കുക. ഓക്കെ, നമുക്കിനി ബാബുരാജിലേക്കൊന്ന് പോവാം. ബാബുരാജേട്ടൻ്റെ കമ്മിറ്റിയിലെ അഴിമതിയാണല്ലോ ഇവിടുത്തെ പ്രശ്നം. നമ്മുടെ അഴിമതി അവിടെ നിൽക്കട്ടെ, 67 ലക്ഷത്തിൻ്റെ അഴിമതി അവിടെ നിൽക്കട്ടെ, അൻസിബ ടിനി ടോം അവഹേളിച്ച അഴിമതി അവിടെ നിൽക്കട്ടെ, ലക്ഷ്മിപ്രിയായിട്ടുള്ള കുടുംബ പ്രശ്നം അവിടെ നിൽക്കട്ടെ. നമുക്ക് ബാബുരാജേട്ടൻ്റെ പ്രശ്നമാണ് മെയിൻ പ്രശ്നം. അതായത് 2 പ്രശ്നങ്ങളുണ്ട്. ഇവിടെ ഒരു പ്രശ്നമുണ്ട്, ഇവിടെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ എന്താ ചെയ്യുന്നത് പറയും? ഈ പ്രശ്നത്തെ സപ്രസ് ചെയ്യാനായിട്ട് ഈ പ്രശ്നത്തെ പൊക്കി കാണിക്കും. ഇത് രാഷ്ട്രീയപരമായിട്ട് പണ്ടോട്ടേ കാണിക്കുന്നതാണ്. അതിപ്പോൾ എല്ലാവരും കാണിക്കുന്നുണ്ട്. നമുക്ക് കേൾക്കാം. അവർ തന്നെ തീരുമാനിക്കും. സംഘടനയിലെ വരവ് ചെലവ് കണക്കുകളൊക്കെ കഴിഞ്ഞ ഒരു വർഷമായിട്ട് ദുരൂഹമായിട്ട് നിൽക്കുകയാണെന്നാണോ? കണക്കുകളൊന്നും ഒരു വ്യക്തത. 67 ലക്ഷം രൂപയുടെ കണക്ക് എനിക്ക് തെറ്റി വെച്ചു. ആ 67 ലക്ഷം രൂപയുടെ കണക്ക് ഇവിടെ കിട്ടിയിട്ടില്ല. കഴിഞ്ഞ കുടുംബസംഗമം നടത്തി 67 ലക്ഷം രൂപയുടെ ഞാൻ വേണ്ടി ഇതിനകത്ത് കാണിച്ചു തരാം. മനസ്സിലായില്ലേ? അപ്പോൾ ഇതൊക്കെ ചോദിക്കുമ്പോഴാണ് പ്രശ്നം. മനസ്സിലായോ? അപ്പോൾ സ്ത്രീകളുടെ കാർഡ് എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ പറയുന്നത് ശരി. അതെ, 67 ലക്ഷം രൂപയുടെ കണക്ക് കിട്ടിയിട്ടില്ല. ഇത് ചാർട്ട് അക്കൗണ്ടിൽ അവർക്ക് അയച്ചിട്ട് ദൈവത്തിന്റെ ശക്തി കൊണ്ട് എനിക്ക് വന്നതാണ്. ഇവർ തന്നെ തെറ്റി എനിക്ക് അയച്ചു തന്നത്. ശരിക്കും ഇത് ഒരു വിജിലൻസ് കേസിലേക്ക് പോകേണ്ട കാര്യമാണോ? അല്ല, ഇപ്പൊ തൽക്കാലം എന്തായാലും നമുക്ക് ഇപ്പൊ ചാർജ് എടുത്തിരിക്കുന്ന ആൾക്കാർ നല്ല വിശ്വാസമാണ് കാര്യങ്ങൾ.
ഇത് തന്നെയാണ് ലാലേട്ടനൊക്കെ പോയിട്ട് പുതിയ കമ്മിറ്റി വന്നപ്പോഴും നിങ്ങളൊക്കെ പറഞ്ഞത്. ഇപ്പോൾ ഉള്ള ആളുടെ നമുക്ക് വിശ്വാസം കേട്ടോ. നേരത്തെ ആളിന് വിശ്വാസമായിരുന്നു, അത് ലാലേട്ടനായിട്ട് പറയാൻ പറ്റത്തില്ല. പക്ഷെ ഇപ്പോൾ ഉള്ള ആളുടെ വിശ്വാസമാണ്. ഇപ്പോൾ ഉള്ള സംഘടന പോയപ്പോഴോ അതാ ആ സംഘടന പോട്ടെ, ഇപ്പോൾ ഉള്ള സംഘടന നമുക്ക് വിശ്വാസമാണ്. എന്തുകൊണ്ട് ഇതിൽ ഇത്രയും സാമ്പത്തിക അഴിമതി നടന്നിട്ടും ഈ ബാബുരാജേട്ടൻ പോലും ഇതിനെതിരെ ഒരു വിജിലൻസ് എൻക്വയറി വേണമെന്ന് പറയുന്നില്ല? അപ്പോൾ നമ്മൾ ചെയ്ത സാധനവും തൂക്കും അല്ലേ, എന്നിട്ട് ലാസ്റ്റ് തൂക്കിയല്ലോ നാഥ എന്ന് പറഞ്ഞിരിക്കുക. എല്ലാം ഒന്നിനൊന്നും മെച്ചം. ഈ ഒരു സംഘടന ഉണ്ടല്ലോ, ബലബിഷ് ബഹുത്ത് അച്ചാ സംഘടന. ഈ സംഘടന ആദ്യം മൂടോടെ പിരിച്ചുവിടണം. ഈ സംഘടനയിൽ നിന്ന് ചില ആളുകൾക്ക് സഹായം കിട്ടുന്നുണ്ട്. ആ സഹായത്തിലേക്ക് നമുക്ക് വരാം. ബാബുരാജേട്ടൻ ബാക്കി പറയട്ടെ. നടത്താൻ കഴിവുള്ളവരാണ്, നമുക്ക് നോക്കാം. മറ്റു നടപടികളിലേക്ക് പോകേണ്ടതാണ്. അതായത് കള്ളക്കണക്ക് എഴുതി ചേർത്തിട്ടുണ്ട് എന്ന് തന്നെയാണോ അങ്ങ് വിശ്വസിക്കുന്നത്? അല്ല, അതൊന്നും ഞാൻ പറയാൻ ആളല്ല. അതൊക്കെ പുതിയ ഓഡിറ്റിംഗ് കഴിഞ്ഞിട്ട് ഈ അൻസിലിക്കെതിരെ വലിയൊരു വർഗീയ കാർഡ് ഇറക്കിയായിരുന്നു ഇത്ര നാളും. അങ്ങനെ ഒരു പരാമർശം വന്നിരുന്നു. അതൊക്കെ തീർത്തും അങ്ങനെയൊക്കെ ഒരു പരാമർശം വന്നൊരു ഘട്ടമായിരുന്നു ഈ കഴിഞ്ഞ കുറച്ച് കാലങ്ങൾ. അൻസിൽ അത്തരത്തിലുള്ള ഒരു പരാതി പോലും അതിപ്പോ എല്ലാവരും അവിടെ ആ കുട്ടിയുടെ കൂടെ ആയിരുന്നല്ലോ സംസാരിച്ചപ്പോൾ. അപ്പം എനിക്കൊന്നും പറയില്ല. എനിക്കാകെ പറയാനുള്ളത് 67 ലക്ഷത്തിൻ്റെ കണക്ക്. ബാക്കി ഒരു കണക്കും എനിക്ക് പറയാനില്ല. ഞാൻ ചെയ്ത സാധനത്തിനെ കുറിച്ചോ വേറെ ഒന്നും എനിക്ക് പറയാനില്ല. അതങ്ങനെ. ഇനി നമുക്ക് കുറച്ച് ബോധമുള്ള ആളിലേക്ക് പോവാം. അതായത് ശ്രീ ജഗദീഷ് ശ്രീകുമാർ ജഗദീഷ് ശ്രീകുമാറല്ലോ, സോറി, ജഗദീഷ് പറയുന്ന കാര്യങ്ങളേക്കാം. അയാൾ ഒരു അധ്യാപകനായിരുന്നു. കുറച്ചൊക്കെ ബോധവും പൊക്കണമുള്ള ആളാണെന്ന് നമുക്ക് തോന്നുന്നത്. ബാക്കി എല്ലാവരും പോലെ മെഴുകാതെ പറയുന്നത് നമുക്കൊന്ന് കേട്ടു നോക്കാം. വെച്ച് ഒഴിഞ്ഞു എന്നുള്ളതാണ് സത്യം. ഇനി അഡ്ഹോക് കമ്മിറ്റി തൽക്കാലത്തേക്ക് എടുത്തിട്ടുണ്ട്. അത് നമ്മുടെ അതിൻ്റെ കൺവീനർ എന്ന് പറയുന്നത് രമേശ് പിഷാരടി, അദ്ദേഹമാണ് കൺവീനർ. ദെൻ ഇതിൽ 9 മെമ്പേഴ്സിനെയാണ് നമ്മൾ അംഗങ്ങളുടെ നിർദ്ദേശാനുസരണം നമ്മൾ എടുത്തിട്ടുള്ളത്. രണ്ടാമത്തെ അംഗം KB ഗണേഷ് കുമാർ. ബെസ്റ്റ്. കീരിയും പാമ്പിനെയും പിടിച്ച് ഒരിടത്തിടണം. പുറത്തിറങ്ങുമ്പോഴത്തേനും രാഷ്ട്രീയപരമായി പല തരത്തിലുള്ള തർക്കങ്ങളുള്ള ഒരാൾ MLA, മറ്റൊരാൾ MLA ആകാൻ മത്സരിച്ച് തോറ്റൊരാൾ, രാഷ്ട്രീയപരമായിട്ട് ചേർന്ന് നിന്ന് തലയണ എടുത്തു കഴിഞ്ഞാൽ മറ്റേ തലയണ ഫൈറ്റ് നടത്തുന്നമാതിരി 2 എണ്ണത്തിനും പിടിച്ചിട്ട് ഇട്ടിട്ടുണ്ട്. പക്ഷേ ഇതിനാ നോക്കുമ്പോൾ കുറച്ച് ബോധമുള്ള ആൾക്കാരാണ് രണ്ടും. പിഷാരടി ആയാലും ഗണേഷ് കുമാർ ആയാലും അവർക്ക് ഭരണപ്പെട്ടും ഒക്കെ അറിവുള്ളവരാണ്. പക്ഷേ ഇനി ഈ പേരൊക്കെ നോട്ട് ചെയ്ത് വെച്ചോ. ഇനിയിപ്പോൾ ഒരു 10 മാസം കഴിയുമ്പോൾ അടുത്ത പ്രശ്നം വരുമല്ലോ. അപ്പോൾ നമുക്ക് ഈ അഡ്ഹോക് കമ്മിറ്റി ആരാണെന്ന് അറിയാൻ അന്ന് തപ്പുണ്ടല്ലോ. അപ്പോൾ ഗണേഷ് കുമാർ ഉണ്ട്, പിഷാരടി ഉണ്ട്, ബാക്കി പറ. സുരേഷ് കൃഷ്ണൻ, ദെൻ സാദിഖ്, ദെൻ ഡോക്ടർ റോണി, ദെൻ കൃഷ്ണ, ദെൻ ആശ അരവിന്ദ്, ഷാജോൺ കലാഭവൻ, ദേവി ചന്ദ്ര. 9 പേരാണ് ഈ അഡ്ഹോക് കമ്മിറ്റിയിലേക്ക് തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഇനി അടുത്ത തിരഞ്ഞെടുപ്പ് എന്ന് നടത്തണം എന്നുള്ളത് ഈ അഡ്ഹോക് കമ്മിറ്റിയുടെ തീരുമാനത്തിന് വിട്ടു. അത് അഡ്ഹോക് കമ്മിറ്റി തുടർന്നുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിനുള്ള ഉത്തരവാദിത്വം അഡ്ഹോക് കമ്മിറ്റി ഏറ്റെടുത്തു. ഇതിന്റെ കൺവീനറായിട്ട് രമേശ് പിഷാരടിയാണ്. അദ്ദേഹം സമ്മതിച്ചത് വലിയൊരു നല്ല കാര്യമായിട്ട് തന്നെ കണക്കാക്കുന്നുണ്ട്. അപ്പോൾ ഈ അഡ്ഹോക് കമ്മിറ്റി തുടർന്നുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകും. അമ്മയുടെ കെട്ടുറപ്പിനെ ഒരു രീതിയിലും ബാധിക്കാത്ത രീതിയിലുള്ള സജീവമായ ചർച്ചകളുണ്ടായിരുന്നു. ഇരുപക്ഷത്തും പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും. കഴിഞ്ഞ ഭരണസമിതിയെക്കുറിച്ച് പോസിറ്റീവായിട്ട് പറഞ്ഞവർ ഒരുപാട് പേരുണ്ടായിരുന്നു. അല്ല, പിന്നെ ശ്വേത പറഞ്ഞവരെ മിണ്ടാൻ സമ്മതിച്ചില്ല, അവർ അണ്ണാക്കി പിരിവെട്ടിയിരിക്കുകയായിരുന്നു. ഇപ്പം ജഗദീഷ് പറയുന്നത് അവരെ പറയാൻ സമ്മതിച്ചു എന്ന്. ശരിക്കും എന്താണ് അവിടെ സംഭവിച്ചത്? സത്യസന്ധമായിട്ട് സാധനം ഞാൻ പറയുന്നത്, നീ മാക്സിമം കുറച്ചെങ്കിലും ആത്മാഭിമാനമുള്ളവർ ഈ എ കുത്ത് എം കുത്ത് എ സംഘടനയിൽ നിന്ന് രാജിവെക്കണം. നിങ്ങൾ പുറത്തു പോകണം. കാരണം ആ സംഘടനയിൽ നിങ്ങൾ ഉണ്ടെന്ന് പറയുന്നത് നിങ്ങളുടെ പേരിൻ്റെ അപ്പുറത്ത് ഒരു അപമാന സിമ്പലായിട്ട് മാറുന്നൊരു തരത്തിലോട്ടാണ് നിങ്ങളൊക്കെ ഇത് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് ആദ്യം വന്നത് ഈ സംഘടനയ്ക്കകത്ത് മൊത്തം സ്ത്രീ പരിപാടികളാണെന്നുള്ള രീതിയിലാണ് വന്നത്. ഹേമ കമ്മിറ്റി എന്നും പറഞ്ഞിട്ട് ഒരു നീണ്ട ലിസ്റ്റും അങ്ങനെ കുറേ കിടുങ്ങാപ്പുകൾ. അത് കഴിഞ്ഞപ്പോഴത്തേനും സ്ത്രീകളെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടി ആത്മാർത്ഥമായിട്ട് പ്രയത്നിക്കുന്ന ശ്വേതാ മേനോനെ പോലുള്ള ആളുകൾ വന്നു കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് ഇവിടെ വെച്ചടി കയറ്റമാണ്, അവർക്ക് സുരക്ഷിതത്വമാണ്, അവരുടെ കിടിലുമാണെന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരിൽ നിന്ന് ഉള്ള സ്ത്രീകൾക്കൊക്കെ എതിരെ തിരിഞ്ഞ് കുത്തി. ഒരു സ്ത്രീ ഒരു പ്രശ്നം ഉന്നയിച്ചപ്പോഴത്തേനും അതിനെതിരെ സംസാരിക്കാനുള്ള ഗട്സ് പോലും ഇല്ല. ശ്വേതാ മേനോനൊക്കെ അവിടെ നിൽക്കുന്നെങ്കിലും ഭരിക്കുന്നത് ടിനി ടോമാണ്. ഈ ടിനി ടോം മലയാള സിനിമയിൽ എന്തൊരു മാങ്ങ ചെയ്തു എന്ന് എനിക്ക് ഒരു പിടിയില്ല. പക്ഷേ പുള്ളിയൊക്കെയാണ് MMS എ കുത്ത് എം കുത്ത് എ സംഘടനയിലെ തലപ്പത്തിരിക്കുന്ന പുള്ളിക്കാരൻ. എന്ത് കാര്യത്തിനാണോ എന്തോ. ശരിക്കും ഈ സംഘടനയുടെ നിങ്ങളുടെ ഉദ്ദേശം എന്താണ്? ശരിക്കും ഇതിൻ്റെ സാധനം എന്താണ്? എല്ലാ വർഷവും വർഷത്തിലൊരിക്കൽ നമ്മൾ ക്രിസ്മസ് ആഘോഷിക്കുന്ന പോലെ, ഓണം ആഘോഷിക്കുന്ന പോലെ, വിഷു ആഘോഷിക്കുന്ന പോലെ വർഷത്തിലൊരിക്കൽ അമ്മ സംഘടനയുടെ കുത്തിത്തിരിപ്പുകൾ, അമ്മ സംഘടനയ്ക്കകത്തെ തമ്മിത്തല്ലുകൾ, അമ്മ സംഘടനയ്ക്കകത്തെ അമ്മ സംഘടനയ്ക്കകത്തെ സാമ്പത്തിക തിരിമറികൾ. എന്താണിത്? വർഷം വാർഷികമായിട്ട് നിങ്ങൾ ഒരു പരിപാടി നടത്തുവാണോ?
അതിൻ്റെ ഇടയ്ക്ക് അമ്മ സംഗമം നെഗറ്റീവായിട്ട് പറഞ്ഞ ഒരുപാട് പേരുണ്ടായിരുന്നു. പക്ഷേ അവരുടെ ചില ലാപ്സസ് കാരണം, ചില മിസ്റ്റേക്സ് കാരണമാണ് ഇങ്ങനെ ഒരു അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കേണ്ടി വന്നത് അംഗങ്ങൾക്ക്. ആ അവിശ്വാസ പ്രമേയം പാസ്സാകുന്നതിന് മുമ്പ് തന്നെ അംഗങ്ങളുടെ വികാരം മനസ്സിലാക്കി സൗഹാർദ്ദപരമായിട്ടുള്ള ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിന് വേണ്ടി കഴിഞ്ഞ കാല ഭരണസമിതി രാജിവെച്ച് ഒഴിയുകയാണ് ഉണ്ടായത്. പുറത്ത് പോകൂ, രാജിവെക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഇനി അവിശ്വാസ പ്രമേയം വെച്ചിട്ട് അവിടെ നിന്ന് ബബ്ബ അടിക്കുന്ന കാര്യമില്ലോ. അതിന് മുമ്പേ രാജിവെച്ച് കണ്ടം വഴി ഓടിക്കഴിഞ്ഞാൽ സീനില്ലല്ലോ. ഇനി നമുക്ക് ഈ ഒരു സംഘടന ഉണ്ടല്ലോ, സംഘടനയിൽ നിന്നും ഒരുപാട് പാവപ്പെട്ട, അതായത് സാമ്പത്തികമായിട്ട് വലിയ ഉന്നമനം കിട്ടാത്ത, വർക്കില്ലാത്ത കലാകാരന്മാർക്ക് സഹായം ഇവർ നൽകുന്നുണ്ട്. അതായത് ഈ സൈഡിൽ കൂടെ സഹായിക്കും, ഇപ്പുറത്തെ സൈഡിൽ കൂടെ കരണം പുകച്ചടിക്കും. ഇതാണ് ഈ എ കുത്ത് എം കുത്ത് എം കുത്ത് എ സംഘടന ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം അങ്ങനെ സഹായത്തെക്കുറിച്ച് നമുക്കൊന്ന് കേൾക്കാം. രാജ്യത്തിനെ ബാധിക്കുന്ന കാര്യമാണോ ഇത്, അമ്മ എന്ന് പറയുന്ന ഒരു സംഘടന അല്ലേ? അപ്പം അതിൻ്റെ വഴിക്ക് ഒരു ചെറിയ ഫ്രീ ആയിട്ട് അങ്ങ് വിട്ട് കഴിഞ്ഞാൽ അത് നല്ല രീതിയിൽ ഞങ്ങളെപ്പോലുള്ള സാധാരണക്കാരായ നടന്മാർക്ക് ഇപ്പോൾ കൊറോണ വന്നപ്പോൾ എൻ്റെ അമ്മ മരിച്ചപ്പോൾ ഒരുപാട് സഹായങ്ങൾ ചെയ്തിട്ടുള്ളൊരു കമ്മിറ്റിയാണ്. അതെ, ഒരുപാട് സഹായങ്ങൾ ചെയ്യുന്ന പോലെ തന്നെ ഒരുപാട് ഉപദ്രവങ്ങളും ചെയ്യുന്നുണ്ട്. താങ്കളെ സഹായിച്ചപ്പോൾ ഈ അൻസിബ എന്ന് പറയുന്ന വ്യക്തിയെ എന്തോരം ഉപദ്രവിച്ചെന്ന് താങ്കൾക്ക് അറിയാമോ? നമ്മൾ സഹായം മാത്രമേ നോക്കുന്നുള്ളൂ, ഉപദ്രവം കൂടെ നോക്കണം. ഈ രാജ്യത്തിനെ ബാധിക്കുന്ന സംഭവമാണെന്ന് വെച്ചാൽ അതെ, തീർച്ചയായിട്ടും രാജ്യത്തെ ബാധിക്കുന്ന സംഭവമാണ്. നാളെ നിങ്ങളുടെ സംഘടനയിൽ ചേരുന്ന എല്ലാ സ്ത്രീകളെയും ഇവർ ഇമാതിരി കാര്യങ്ങൾക്ക് ഉപയോഗിക്കും. ഏതാ ഹേമ കമ്മിറ്റിയിലോട്ടാണ് പോയത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് രാജ്യത്തെ ബാധിക്കുന്ന ഒരു പ്രശ്നം തന്നെയാണ്. നിങ്ങൾ അതിനകത്ത് എന്തൊക്കെ പ്രശ്നങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്? അടിച്ചമർത്തുന്നു, സാമ്പത്തിക തിരിമറി, ഒരു അമ്പലത്തിൻ്റെ മറവിൽ 60-70 ലക്ഷം രൂപ മേടിക്കുന്നു. ഇതൊക്കെ രാജ്യത്തെ ബാധിക്കും. ഇതൊക്കെ ഇന്ത്യ മഹാരാജ്യത്തിന് അകത്ത് നടക്കുന്ന സാധനമല്ലേ? നമ്മൾ അയർലൻഡിൽ നടക്കുന്ന കാര്യത്തെക്കുറിച്ചല്ലല്ലോ എടുത്തോടെ സംസാരിക്കുന്നത്. നിങ്ങളെപ്പോലെ ഒരു 10 പേരെ സഹായിക്കുമ്പോൾ അതേപോലെ തന്നെ ഇപ്പുറത്തൊരു 25 പേരെ അവന്മാർ ഉപദ്രവിക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് ഏമാനൊന്നും പറയാനില്ലേ? മറ്റേ അങ്കമാലി ഡയറീസ് കയ്യടിക്കടാ എന്ന് പറയുന്ന പോലെ കയ്യടിപ്പിക്കുന്ന ഡയലോഗുകളല്ലേ വേണ്ടത്. ഇതിനെതിരെ ശക്തമായ നിലപാടുകൾ പറയാൻ നിങ്ങൾക്ക് പറ്റണം. ഇവരെയൊക്കെ സഹായിക്കുന്നുണ്ട്, അതുകൊണ്ട് എന്ത് തോന്നിയ ദിവസം കാണിച്ചാലും കണ്ണടച്ചേക്കാം, അങ്ങനെയാണോ? പറ. വ്യക്തിപരമായിട്ട് പക്ഷേ എൻ്റെ ഒരു വ്യക്തി എൻ്റെ കുടുംബത്തിന് വേണ്ടിയിട്ടുള്ള അല്ല കമ്മിറ്റി. അപ്പോൾ കമ്മിറ്റി എന്ന് പറയുമ്പോൾ അത് എല്ലാവർക്കും എല്ലാ രീതിയിലും നന്നായിരിക്കണം. നന്നായില്ലെങ്കിൽ അത് ജനറൽ ബോഡിയിൽ ചർച്ച വരുമ്പോൾ മാറ്റേണ്ടതാണെങ്കിൽ മാറും. എത്ര വട്ടം മാറ്റേണ്ടതാണെങ്കിൽ മാറും. ഇപ്പോൾ ഒരു 3-4 വർഷത്തിനിടെ എത്ര തവണ ഈ എ കുത്ത് എം കുത്ത് എ എന്ന പേരുമായിട്ട് ബന്ധപ്പെട്ട് വാർത്തകളിൽ നിറയുന്നു. അതെല്ലാം വൃത്തികെട്ട ആരോപണങ്ങൾ. അപ്പോൾ വന്താ സുട്ട സത്ത റിപ്പീറ്റ്. ഈ വർഷം ഒരു പ്രശ്നം കഴിഞ്ഞു, പുതിയ കമ്മിറ്റി ഒന്നും ഇവരിൽ ഞങ്ങൾക്ക് വിശ്വാസമാണ്. അടുത്ത കമ്മിറ്റി, ആ കമ്മിറ്റി വരുന്ന പ്രശ്നം ഉണ്ടാക്കുന്നു, ഈ കമ്മിറ്റി മാറ്റുന്നു, ഇപ്പോഴത്തെ കമ്മിറ്റി. ഇത് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പോകുന്നതാണോ? നല്ല ഇത് പോലീസ് അങ്ങനെ ഇങ്ങനെ തടവണം പണ്ടാരം. അവിടുത്തെ നടക്കുന്നതാണ്. അല്ലാതെ ഇതിനകത്ത് സ്ത്രീ പുരുഷൻ അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തി ഇതൊരു വലിയ കൊള്ളസംഘമൊന്നുമല്ല. സാധാരണ സംശയിക്കേണ്ടിയിരിക്കുന്നു. കൊള്ള സംഘമൊന്നും ഇത്രയും വൃത്തിയോട് കാണിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. ഇത് കൊള്ള സംഘമൊക്കെ മാറി നിന്ന് അപ്പുറത്ത് നിന്ന് മുട്ടുപറിക്കും ഈ എ കുത്ത് എം കുത്ത് എ സംഘടനയ്ക്ക് അത് നടക്കുന്ന കാര്യങ്ങൾ അറിഞ്ഞാൽ. ഒരു കമ്മിറ്റി നമ്മളെപ്പോലുള്ളവർക്ക് വർക്കില്ലാതെ വരുമ്പോൾ ഇപ്പോൾ ഒരു പെൻഷൻ പോലെ കൈനീട്ടം എന്ന് പറയുന്ന പദ്ധതിയുണ്ട്. വീടില്ലാത്തവർക്ക് വീട് വെച്ച് കൊടുക്കുന്നുണ്ട്, മരുന്ന് സഹായങ്ങളുണ്ട്. അതേപോലെ തന്നെ വർക്കായിട്ടുള്ള നിൽക്കുന്ന സ്ത്രീകളെ ഇങ്ങനെ വെക്കാറുണ്ട്. അല്ലാതെ അവർക്കെതിരെ സംസാരിക്കുമ്പോൾ വെക്കാറുണ്ട്. നിങ്ങൾക്ക് പെൻഷൻ തരാനായിട്ട് അമ്പലത്തിൻ്റെ എന്നൊക്കെ സ്കാം നടത്താറുണ്ട്. നല്ലതാ. ഇനി ഇതിൻ്റെയൊക്കെ ചരിത്ര വ്യക്തിത്വമായിട്ടുള്ള ടിനിട്ടം ഇറങ്ങി വരുമ്പോഴത്തേനും ടിനിട്ടം എന്താണ് ചെയ്യുന്നത് നമുക്കൊന്ന് കണ്ടാളെ. എന്താണ് രാജിവെച്ച് പുറത്തേക്ക് പോവാണ്? അങ്ങനെ പോവാതെ പറ, ചുമ്മാ എന്തെങ്കിലും പറ. സ്ഥിരം പറയുമല്ലോ, ഒന്നുമില്ലെങ്കിൽ സ്വന്തം ശബ്ദത്തിൽ ആരെങ്കിലും മമ്മൂട്ടിയോ സുരേഷ് ഗോപിയോ കാണിച്ചിട്ടെങ്കിലും പോകും. എന്തെങ്കിലും ഒന്ന് പറ. നിങ്ങൾക്കത് ഇത്ര ആരോപണം വന്നിട്ട് നിങ്ങൾക്കൊന്നും പറയാനില്ല. എന്തെങ്കിലും പറയുന്നത്. ഈ പുള്ളിക്കാരനാണെങ്കിൽ പറയുന്ന ഒന്ന് ചെയ്യുന്നത് മറ്റൊന്ന്. സ്ത്രീ അങ്ങനെ ഇങ്ങനെയാന്ന് പറയും, വേറെ ചെയ്യും. എൻ്റെ മോനെ സിനിമയ്ക്കത്തോട്ട് കയറ്റില്ല, അവൻ ലഹരിക്കടിമയെ കഴിഞ്ഞ് എനിക്ക് വേറെ ആരുണ്ടെന്ന് പറയുമ്പോൾ അടുത്ത സമയം ലഹരി അടിച്ച് പ്രശ്നം ഉണ്ടാക്കും. നല്ല നോക്കുക. നീ ആരുടെ മെയിൻ കളിക്കുന്നത്? നിനക്കിട്ടുള്ള അടുത്ത സംഘടനാ മീറ്റിംഗ് ഞാൻ തരാം എന്നുള്ള രീതിയിൽ. ഇനി നമുക്ക് ഈ ഒരു സംഘടനയെ ടോട്ടലി തൂക്കിയടിച്ച അൻസിബയുടെ വാക്കുകളിലേക്ക് കേൾക്കാം. അൻസിബയ്ക്ക് ഞാനൊരു കയ്യടി തരാൻ ആഗ്രഹിക്കുന്നു. അൻസിബ കൊള്ളാം. കാരണം അൻസിബ ഇതിനെതിരെ ശക്തമായി പ്രതിഷേധിക്കുകയും അവർക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായി പറയുകയും അവർ വാ തുറന്നതുകൊണ്ട് മാത്രം ഒരു ഭരണസമിതി മൊത്തം
മൊത്തത്തിൽ കൂപ്പുകുത്തി വീഴുന്നൊരു സാഹചര്യത്തിലേക്കാണ് പോയത്. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെ വിജയുടെ സർക്കാർ എന്നൊരു പടമുണ്ട്. ആ പടത്തിൽ ഒറ്റയ്ക്കെന്ന് സംസാരിച്ചൊരു ഗവൺമെൻറ്റിനെ തൂക്കിയടിച്ച പോലെയാണ് അൻസിബ ചെയ്തത്. അവരുടെ ഒരു കറേജിനെ നമ്മൾ തീർച്ചയായിട്ടും അഭിനന്ദിക്കേണ്ടതായിട്ട് വരും. അവർക്ക് സംസാരിക്കാനുള്ള സമയം കൊടുക്കുന്നില്ലായിരുന്നു, അവരെ ആരും കേൾക്കാനുള്ള സമയം കാണിക്കുന്നില്ലായിരുന്നു. പക്ഷേ അവരെ കേൾക്കാനുള്ള സമയം കാണിച്ചു, അവർ പറയാനുള്ളതെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും തിരിച്ച് മറുപടി പറയേണ്ടതിൻ്റെ അണ്ണാക്കിലൊക്കെ പിരിവെട്ടി. അങ്ങനെ അവർ യാതൊരു അവിശ്വാസപ്രമേയം ഇല്ല, ഞങ്ങളെല്ലാം രാജിവെച്ചിരിക്കുന്നു, നിങ്ങൾ ഇനി എന്താണെന്ന് വെച്ചാൽ കാണിച്ചോ, ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങിപ്പോന്നു എന്ന് പറഞ്ഞിട്ട് ഇറങ്ങി പോയി. അപ്പോൾ അൻസിബയെ നമ്മൾ തീർച്ചയായിട്ടും അഭിനന്ദിക്കണം. അൻസിബാസിന് പറയാനുള്ളത് നമുക്ക് കേട്ടോളാം. കഴിഞ്ഞ ഭരണസമിതിക്ക് കൃത്യമായിട്ടുള്ള വരവ് ചെലവ് കണക്കുകൾ ഈ ജനറൽ ബോഡിയിൽ കാണിക്കാൻ പറ്റിയിട്ടില്ല. അതെങ്ങനെ കാണിക്കും? ഇതിൻ്റെ സത്യസന്ധമായിട്ടുള്ള സാധനങ്ങളെല്ലാം കാണിക്കാൻ പറ്റൂ. ഇതിൻ്റെ മറവിൽ ചില ഞ്ഞുണുക്ക് വിദ്യകൾ കാണിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് കാണിക്കാൻ പറ്റൂല. അത് നിങ്ങൾ മനസ്സിലാക്കണം. നമ്മൾ ഭയങ്കര സൂപ്പർ ഭരണസമിതിയായിരുന്നു. നമ്മുടെ ഭരണസമിതിയെ കുറ്റം പറയില്ല കേട്ടോ. അൻസിബ് പറയുന്നത് തെറ്റാണ്. നമ്മൾ അവർ കിടിലുമായിരുന്നു എന്നാണ് അവർ പറയുന്നത്. അത് ഒരുപാട് തവണ ആ കമ്മിറ്റി അംഗങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, ഞങ്ങൾക്ക് 45 ദിവസം തരാമോ, ഒരവസരം കൂടെ തരാമോ എന്നൊക്കെ. കൊടു 45 ദിവസം 55 ദിവസം 65 ദിവസം കൊടു. എത്ര കൊടുത്താലും അവർ കിണ്ടിങ് ചെയ്യാൻ പോകുന്നില്ല. പൊതുവേ പണ്ട് കാലങ്ങളിലെ നമ്മൾ കാണുന്നത്, നമ്മൾ അമ്പലത്തിലേക്ക് പോകുന്നു, അമ്പലത്തിലേക്ക് ഡൊണേറ്റ് ചെയ്യുന്നു. ഇപ്പോഴത്തെ സംഭവം എന്ന് പറയുമോ, അമ്പലം അമ്മ സംഘടനയിലേക്ക് വരുന്നു, എ കുത്ത് എം കുത്ത് എ സംഘടനയിലേക്ക് പോകുന്നു, സംഘടനയ്ക്ക് ഡൊണേഷൻ കൊടുക്കുന്നു. എന്തിന്? ആ സംഘടന പ്രൊമോട്ട് ചെയ്യണം. പ്രൊമോട്ട് ചെയ്യുമ്പോഴത്തേനും അത് കണ്ട് ഇൻഫ്ലുവൻസ്ഡ് ആയിട്ട് ഭക്തജനങ്ങൾ എ കുത്ത് എ സംഘടനയുടെ പരിപാടി കണ്ടിട്ട് അമ്മ സംഗമം 2025 അത് കണ്ടിട്ട് ഭക്തിമൂത്ത് അമ്പലത്തിലേക്ക് ഓടിച്ചെന്നിട്ട് അവിടെ പൈസ കൊടുക്കണം. വാട്ട് എ മാർക്കറ്റിംഗ് ടെക്നിക്കായ ദൈവം വരെ മാർക്കറ്റിംഗ് ചെയ്തു തുടങ്ങി. എന്ത് ബാലിശമായിട്ടുള്ള ചോദ്യങ്ങളായിരുന്നു അത്. പക്ഷേ ആ ബാലിശമായിട്ടുള്ള ചോദ്യങ്ങളൊന്നും ജനറൽ ബോഡിയിൽ വിലപ്പോയില്ല എന്നുള്ളത് തന്നെയാണ് സത്യം. വരവ് ചെലവ് കണക്കുകളുടെ കൃത്യതക്കുറവ് തന്നെയാണ് ആദ്യമായിട്ട് ഒരു പ്രധാന ഇഷ്യൂ ആയിട്ട് നിലനിന്നിരുന്നത്. അതുപോലെ തന്നെ നീന കുറുപ്പ് ചേച്ചിയുടെ കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു, ഞാൻ ഉന്നയിച്ച കാര്യങ്ങളുണ്ടായിരുന്നു. ഞാൻ ഉന്നയിച്ച എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ഈ ജനറൽ ബോഡിയിൽ എനിക്ക് സംസാരിക്കാൻ പറ്റി. പക്ഷെ ഉച്ചയ്ക്ക് നല്ല കാര്യം. നീന കുറുപ്പ് ചേച്ചിയുടെ കേസൊന്നും എനിക്കറിയത്തില്ല. എന്തായാലും കൊള്ളാം, നൈസായിട്ടുണ്ട്. അൻസിബ കാരണം ആ സംഘടനയുടെ അടിസ്ഥാനം വരെ ഇളകിയിട്ടുണ്ട്. ലാലേട്ടനും മമ്മൂക്കയൊക്കെ എവിടെയാണെന്നൊരു പിടിയില്ല. മമ്മൂക്ക കണ്ടില്ല, ലാലേട്ടൻ അവിടെ ഇങ്ങനെ കൊമ്പമീശയൊക്കെ വെച്ചിട്ട് ഇരിക്കുന്നുണ്ട്. പുള്ളിക്കാരൻ്റെ തലക്കിരിക്കേണ്ടത് ഇതെല്ലാം കഴിഞ്ഞ ഭരണസമിതിയാണെങ്കിൽ ഏതായാലും പുള്ളിക്കാരൻ രക്ഷപ്പെട്ടിട്ടുണ്ട്. എന്തായാലും കൊള്ളാം. ഇനി അൻസിബ വീണ്ടും മത്സരിച്ച് വീണ്ടും ഭരണത്തിലേക്ക് വരൂ. അപ്പോൾ നിങ്ങളുടെ അടുത്ത അഴിമതിക്ക് വേണ്ടി ഐ ആം വെയിറ്റിംഗ്.